ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടി എന്നുള്ളതിൻ്റെയാണ്. കാരണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരാണ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഗിഫ്റ്റ് കുറേ കിട്ടി. പക്ഷെ അത് നമ്മൾക്കത് എല്ലാം കൂടെ ആ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം അന്നേരം അത് വലുതായിപ്പോവും. അല്ലെങ്കിൽ തന്നെ ലോങ് വീഡിയോസ് ഇട്ടാൽ ഒരു മനുഷ്യൻ കാണാറില്ല. വളരെ 200, 250, 300 വരെയൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് വേറൊരു വീഡിയോയ്ക്ക് ഇട്ടേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. അല്ലെങ്കിൽ ആ വീഡിയോയുടെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് വലുതായിപ്പോവും. സോ നമുക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടിയെന്ന് കാണാം. ഓക്കെ, ഇനി നമുക്ക് ആരോണി കിട്ടിയ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ ബർത്ത്ഡേക്ക്. അപ്പം അത് ബർത്ത്ഡേകൾ തന്നെ പറയട്ടെ അല്ലേ? ആരോ കമോൺ ഫോളോ മീ. അപ്പം നമുക്ക് തന്നെ ഇന്നലത്തെ ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. എനിക്ക് ഏറ്റവും വലിയ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്കാണ് വാങ്ങിച്ചേ. ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്ന ആളല്ല എന്ന് വെച്ചാൽ എനിക്ക് ഡയറി മിൽക്കും കിറ്റ് കാറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ചോക്ലേറ്റുകളുടെ കേക്കൊക്കെ നമ്മൾ മേടിക്കുമല്ലോ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ ആരോൻ്റെ ഇഷ്ടത്തിന് ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു അമ്മ എനിക്ക് ചോക്ലേറ്റ് കേക്ക് മേടിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ കഴിക്കൂലെങ്കിൽ വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല, മോൻ്റെ ബർത്ത്ഡേ അല്ലേ, ഇത് കണ്ടിനി അമ്മമ്മയുടെയും പാപ്പയുടെയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേറെ കേക്ക് മേടിക്കുമ്പോൾ എനിക്ക് കഴിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? ബർത്ത്ഡേ സൂപ്പറാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു, അങ്ങനെ റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര്, ഒന്ന് രണ്ട് പേര് വന്നു. പിന്നെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. അയ്യോ, കുറച്ച് പേരെ വന്നുള്ളെങ്കിലും കുറെ ഗിഫ്റ്റ് കിട്ടി. കാരണം എന്റെ ഓഫീസിലുള്ളവരൊക്കെ അങ്ങനെ ഗിഫ്റ്റ് മേടിച്ചു തന്നു. ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ അവർ അരുണിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു തരുന്നൊക്കെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഗിഫ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റ് എടുത്തോളൂ. നമുക്കിപ്പോ കാണാം. ആദ്യം നമ്മുടെ ലച്ചുപെണ്ണിന്റെ കാണാം. ഓക്കെ, അപ്പം ഇതായിരുന്നു ആ ഒരു ബോക്സ്. ഇത് നല്ല ഭംഗിയായിട്ട് ആ കൊച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിയുടെ പേര് സ്വാതി എന്നാണ്. ആൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ചെയ്യും, കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം ID ഉണ്ട്, അത് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണാം. നല്ലൊരു എന്താ പറയണ്ടേ, നമുക്ക് ആർക്കെങ്കിലും ഒരു മിനിറ്റ്, നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ നല്ല കവറൊക്കെ ഇതാക്കി കൊടുക്കണ്ടേ? അതൊന്നും വേണ്ട, ഗിഫ്റ്റ് പേപ്പർ ഒന്നും വേണ്ടത്. ഇതുപോലെ നല്ല എലഗൻ്റായിട്ട് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇത്ര നന്നായിട്ട് കൊണ്ടുവന്നതല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ ഗിഫ്റ്റ് ഹാമ്പർ ഓർഡർ ചെയ്യുന്നത്. ഏതാണ്ടോ പിന്നെ അതേ ഇങ്ങനെ ഒരു ബോക്സ് അതിനകത്തുണ്ട്. ബോക്സിൻ്റെ മുകളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ തുറക്കാം അല്ലേ? തുറക്കുമ്പം കുറേശ്ശെ പെട്ടെന്ന് കാണിച്ചു തരാവേ. ഇതിങ്ങനെ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പെൻസില്, അങ്ങനെ റബ്ബർ, പിന്നെന്താ അതിൻ്റെ വെറൈറ്റി മോഡൽ പേന പെൻസിലൊക്കെ ഉണ്ട്. അപ്പം അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു സിപ്പ് കവറിൽ ഇട്ടിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. അതാണ് ഒരു ഇത്. പിന്നെ ഇതുപോലത്തെ ഒരേ കളർ തന്നെ രണ്ടെണ്ണം വെച്ച്. പേരെന്തായിരുന്നു? വാഷിംഗ് ടേപ്പ്. അത് എന്താന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. ക്രാഫ്റ്റും എന്താ പറയണ്ടേ, ഇങ്ങനെ വെട്ടും കുത്തും ഒക്കെ ഉള്ളത് പുള്ളിക്കാരിക്ക് ആയതുകൊണ്ട് അവൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. ഇത് എന്താന്നൊക്കെ അറിയില്ല, പൂവൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇതാ കൊച്ചെന്തോ ഇവള് ക്രാഫ്റ്റ് എന്നോട് ചോദിച്ചു, ചേച്ചി മോൾക്ക് എന്താണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഉറപ്പായിരുന്നു ഇവരെന്തായാലും ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ ചോക്ലേറ്റ്സ് ഇങ്ങനെ കുത്തിക്കയറ്റി വെക്കും. അപ്പം ഞാൻ പറഞ്ഞു ചോക്ലേറ്റ്സ് ഒന്നും അധികം വേണ്ട, നമുക്ക് ചോക്ലേറ്റ് ആയിട്ട് ആരുവിന് ഇടയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാറില്ല. എൻ്റെ പല വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാളുകൾ കൂടിയിരിക്കുമ്പോഴൊക്കെ അവൾ അത്രയും കൊതിച്ചിരിക്കുമ്പോഴേ നമ്മളൊരു മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അപ്പം ഓരോ ഡയറി മിൽക്ക് എപ്പോഴും ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഓരോ ഡയറി മിൽക്ക് വെച്ചോ. പിന്നെ ഫെറാറോ റോഷർ ഇല്ലേ, ആ റിച്ച് മിഠായി, അത് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അതൊരെണ്ണം കൂടെ വെച്ചേക്ക്, വേറെ ഒന്നും വേണ്ട. ഫെറാറോ റോഷർ ഒരു 4-5 എണ്ണം ഉള്ളത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 മിഠായി മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് കാണിച്ചേടാ. ഇതായിരുന്നു ഓരോ ഡയറി മിൽക്ക്. പിന്നെ ഇതായിരുന്നു ഫെറാറോ റോഷറിൻ്റെ ഇത്. നല്ല ഭംഗിയായിട്ട് തന്നെ കൊച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഇതെന്താണെന്ന് അറിയില്ല, ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. അതിന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് വേണം അരുണ് ചെയ്യാനായിട്ട്. ഇത് രണ്ടൊരു ക്ലേ മോഡൽ ഐറ്റം ആണ്. ഇതിനകത്ത് ക്ലേ എന്തോ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു ബണ്ണി. ഇത് ഞങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ്, ഇപ്പം പകലല്ലേ, രാത്രി ആയി കഴിയുമ്പോൾ ഞങ്ങളിത് ഓണാക്കി കാണിച്ചിട്ട്. ഇപ്പം നമുക്ക് ഓണാക്കണ്ട അല്ലേ? വേണ്ട, അതിന് ഭംഗി അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഓണാക്കി അതിന് ഭംഗി അറിയാൻ പറ്റില്ല. അപ്പോൾ രാത്രി ഞങ്ങൾ ഓണാക്കിയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടേക്കാം. ഓക്കെ. അപ്പം ഇതാണ് ആ സംഭവം. കുട്ടി സാധനമാണ് കേട്ടോ. ആരോലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടിയിട്ട് ഈ സാധനം കൈ പിടിച്ചോ നടന്നു രാത്രി മൊത്തം. അപ്പം അങ്ങനെ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ്, ഇങ്ങനത്തെ സ്റ്റിക്സ്. ഇങ്ങനെ ജേണലൊക്കെ ചെയ്യുന്നവർക്ക്
വിൻഡോ മോഡലൊക്കെ ആളൊരു ജേർണലിസ്റ്റ് ആണ് കേട്ടോ. ജേർണലിസ്റ്റ് നിങ്ങളുടെ ജേർണലിസ്റ്റ് അല്ല, ജേണലൊക്കെ ചെയ്യും, ബുക്കിൽ ജേണലൊക്കെ ചെയ്യും, സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അതിനെ പറ്റിയൊക്കെ എഴുതി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ ആ കൊച്ചിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും എന്താണെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ആൾ ഈ പാക്കിങ്ങിൽ വെച്ചേക്കുന്നത്. എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇതൊരു കുഞ്ഞി നോട്ട്, ഇതൊരു നോട്ടാണ്, നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു നോട്ട്. അല്ലേ, ഇങ്ങനെ വരുന്ന നോട്ട്. വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ, ഇത് നിസാര പൈസയ്ക്ക് ചെയ്തേക്കുന്നതാ. ഇത് കാണിക്കുമ്പോൾ ഓർക്കും കുറേ സാധനം ഉണ്ടല്ലോ എന്ന്, പക്ഷെ നിസാര പൈസയ്ക്ക് ചെയ്തേക്കുന്നത്. ഫ്ലവർ ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നതായിരുന്നു. അതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത്ര ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ ഫ്രണ്ട്സ് വന്നപ്പോ അപ്പൊ ഈ ഒരു പാക്കിംഗ് കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. എന്റെ ഫ്രണ്ട്സ് വന്നപ്പോ എനിക്ക് ഡയറി മിൽക്ക് തന്നു. അവര് വന്നല്ലോ, അതാണ് എനിക്ക് വലുതായത്. ആരും വന്നാലും ഗിഫ്റ്റ് തന്നില്ലെങ്കിലും വന്നല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അപ്പം ഇതാണ് നമ്മുടെ സ്വാതിക്കുട്ടി തന്ന ഡയറി മിൽക്ക്. താങ്ക് യു സ്വാതിക്കുട്ടി. സ്വാതിക്ക് താങ്ക് യു പറഞ്ഞേ. അഭിനസും അഭിനസ് അല്ലേ? ഒരു ആൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സ്വാതി ആരുവിൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കണേ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആരുവിന് അങ്ങനെ വലിയ ഫ്രണ്ട്സൊന്നും ഇല്ല, എന്നാലും ആ കൊച്ചു വന്നു. നമ്മുടെ വീട്ടിൽ കുറച്ചെടുത്ത് ഇച്ചിരി പോകണം, എന്നാലും ആ പെരുമഴയത്ത് അതുങ്ങൾ വന്നു, ഒരു മിഠായി തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ സ്വാതിക്കുട്ടി എൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഞങ്ങളുടെ കസിൻസ് വന്നപ്പോൾ കൊണ്ടുവന്നത്. ഇനി കസിൻസ് വന്നപ്പോൾ എന്താ കൊണ്ടുവന്നെന്ന് നോക്കാം. അമലും ആദരും ഒക്കെ വന്നപ്പോൾ എന്താ കൊണ്ടുവന്നതെന്ന് നോക്കാം. അവർ 2 ഗിഫ്റ്റ് ആട്ടോ കൊണ്ടുവന്നേ. ഒരു ഡ്രസ്സിൻ്റെ സെറ്റും കൊണ്ടുവന്നു. പിന്നെ ആരുവിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഈ പെൻസില്, പേന, ക്രാഫ്റ്റ് ഐറ്റംസ്, പേസ്റ്റ്, പെൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇനി ഇതാണ് അവർ വാങ്ങിച്ചത്. അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം കേട്ടോ. ഇത് ഒരു ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു പലാസോ പാൻറ് പോലത്തെ ഒരു സംഭവം. അതിന് ടോപ്പ്. ഈ ടോപ്പ് വേണമെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സിന് ഇടുകയും ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പാൻസിനോ ജീൻസിനോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റും അങ്ങനത്തെ. പിന്നെ അതിന് അമ്പലം തന്നെ കൊണ്ടുവന്ന വേറൊരു കിറ്റാണ്. 2 പെൻസില് കൊണ്ടുവന്നു, ഓയിൽ പേസ്റ്റ്, പിന്നെ കളേർഡ് പെൻസിലില്ലേ കളേർഡ്സിൻ്റെ, അത് കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനത്തെ പെൻ. പിന്നെ ഇതെന്താടാ? അത് ആ ഒരു കിറ്റിലുണ്ട്. അതിന് പേരൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ വായിച്ചെടുത്തോ. ഇതും ക്രയോൺസിന്റെ വേറൊരു ടൈപ്പ്. കുറേ സാധനമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത ബർത്ത്ഡേ വരെ നിൽക്കും. കുറേ ഉണ്ട്. റേസറും ഒരു കട്ടറും, പിന്നെ ഇതിന്റെ ഒരു ഡ്രോയിങ് ബുക്കും കൂടി ഉണ്ട്. ഒരു ഡ്രോയിങ് ബുക്ക്. ആദരയും അമലും ദച്ചുകുട്ടനും കൂടെ കൊണ്ടുവന്നത്. ഇനി അടുത്തായിട്ട് ആരുവിൻ്റെ എന്തൊരു സ്പെഷ്യൽ ഡേയ്സ് വന്നാലും നമുക്ക് ചിലപ്പോൾ ഞാൻ ഒന്നും പറയാറൊന്നുമില്ല, അറിഞ്ഞും കേട്ടുമൊക്കെ ചെയ്ത് ഗിഫ്റ്റ് തരുന്ന ഒരാളാണ് അനുഷ മാം. അപ്പം അനുഷ മാം തന്ന ഗിഫ്റ്റ് എന്താണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഇത് ആരുവിന് വേറെ ആരും കൊടുത്തിട്ടില്ല. ഇത് നിറയെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാം ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്നെ കാണിച്ചു തന്നു. ഞാൻ ആരിനോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇവരാരെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നോ ഇവരിങ്ങനെ വരുമെന്നോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഓഫീസിൽ കിട്ടിയ ഗിഫ്റ്റ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് ഈ ദിവസമാണ്, അതായത് ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കുന്നതിൻ്റെ രാവിലെ കൊണ്ടുവന്നേ. ഈ കത്രിക ഉണ്ടല്ലോ, ഇത് ഒരു കുഞ്ഞുവാവേനെ പോലെ കാലത്തും രാത്രി എല്ലാം കെട്ടിപ്പിടിച്ച് ഇതിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര കുഞ്ഞു കത്രിക അത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊള്ളും, കണ്ടോ, അത്രേ ഉള്ളൂ. പിന്നെ കമ്മലോ ഒക്കെ ഉണ്ടാക്കാനുള്ള കൊളുത്തുകളുണ്ട്. അപ്പൊ അത് ഇതിൽ കോർത്തേന് ഇതിന് നൂലുണ്ട്, ടങ്കീസ് ഉണ്ട്. കമ്മലിനൊക്കെ നമ്മൾ കോർക്കില്ലേ, അങ്ങനത്തെ മാലയ്ക്കൊക്കെ കോർക്കില്ലേ, മാല വലിയുന്നത്, അങ്ങനത്തെയാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഐറ്റംസാണ്. ഇത് ഒരുപാട് മുത്തുകൾ ഇതിനകത്തുണ്ട്, പല ടൈപ്പ് മുത്തുകളുണ്ട്. ഇത് നമുക്ക് കോർത്ത് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആരും ഓണത്തിൻ്റെ 10 ദിവസം ആകുമ്പോൾ ഞാൻ എടുപ്പിക്കുകയുള്ളൂ, കാരണം ആ ടൈം ആകുമ്പോൾ അതിന് സമയമുണ്ട് എനിക്കും. പിന്നെ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി ആരും ഇങ്ങനെ ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് ഉള്ള കഴിവുള്ളൊരു കുട്ടിയാണ് ആരും എന്ന് മനസ്സിലാക്കി ഈ ഒരു സംഭവം നമ്മൾ നമുക്ക് താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആരായിരുന്നു? രേഷ്മ ആന്റി എന്നൊന്നും പറയണ്ട, രേഷ്മ ചേച്ചി മതി. കുഞ്ഞു രേഷ്മ ചേച്ചി, വലിയ രേഷ്മ ചേച്ചി, അലീന ചേച്ചി, അഞ്ജന ചേച്ചി, പിന്നെ സോഫിയ ആന്റി.
ഇത്രയും പേര് തന്ന ഗിഫ്റ്റാണ് കാണാൻ പോണേ. ഇവരെല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്, എൻ്റെ കൊളീഗ്സ് ആണ് കേട്ടോ. ആദ്യമേ ഒരു മിനി ബോട്ടിൽ എല്ലാ ബാഗിലും കൊള്ളുവേ, നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള. ആരും ഇന്നലെ അല്ലേ പറഞ്ഞേ കുഞ്ഞു കുപ്പി ഒരെണ്ണം വേണം, പക്ഷെ ഈ കുപ്പിയിലത്തിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഇതേ ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ എന്ത് രസമാണെന്നറിയാവോ കാണാൻ. ഇത് തുറക്കാൻ പറ്റുവാടാ? ഇല്ല അത് പക്ഷെ ഇങ്ങനെ രസമായി, അടപ്പും കാണാതെ പോലെ തുറന്ന അടപ്പ അറ്റാച്ച്ഡ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കുപ്പിയാണ് അവര് തന്നേക്കുന്നത്. പിന്നെ എന്തൊക്കെ തന്നു? പിന്നെ ഇത് ഒരു നോട്ട് ഒരു നോട്ട്ബുക്ക്, നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വലിയൊരു നോട്ട്ബുക്ക് തന്നു. പിന്നെ ഇത് രണ്ട് ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ പെന്ന്, നല്ല അടിപൊളി കളറാ. പിന്നെ ഒരു കുഞ്ഞു ബുക്ക് അതെ, ഒരു കുട്ടി ബുക്ക് തന്നു. ഓക്കെ. പിന്നെ ഈ സ്ട്രോബെറിയുടെ ബാഗിൽ ഇട്ടാണ് തന്നത്. ഈ ബാഗിലാണ് തന്നത്. ഈ ബാഗ് നമ്മളിങ്ങനെ ഇടുമ്പോൾ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കയറില്ല, പക്ഷെ ആരും ഇട്ട് കഴിയുമ്പോൾ ആരുടെ കുട്ടി ബാഗ് പോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ അടുത്ത ദിവസം ഒരു ട്രിപ്പും കൂടെ പോകുന്നുണ്ട് കേട്ടോ, അന്നേരം നമുക്ക് ഈ ബാഗ് ഉണ്ടാവും. ഓക്കെ. ഇനി നമ്മുടെ അഞ്ജിത ചേച്ചി ഇപ്പൊ എവിടെയാ? ജർമ്മനിയിലാണ് അഞ്ജിത ചേച്ചി ഉള്ളത്. അപ്പം ആരോനും മുമ്പത്തെ ബർത്ത്ഡേക്കും ഒരു പാവക്കുട്ടി വാങ്ങിച്ചു, അത് എടുത്തിട്ടുണ്ടേ ഇരിക്കുന്നു, അതും എടുത്തേടാ. അപ്പം ആ പാവക്കുട്ടി അഞ്ജിത വാങ്ങിച്ചു കൊടുത്തതാ. അഞ്ജിത എൻ്റെ കൂടെയാണ് ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു സ്നേഹം അവൾക്ക് ഇപ്പോഴും ഉണ്ട്. പെനിന്നിട്ടേക്കോണോ ഭാവിക്ക്? അത് കുഴപ്പമൊന്നുമില്ല, അവർക്കറിയാലോ. കൊച്ചിന് ഉടുപ്പൊക്കെ ഇട്ട് വെച്ചേക്കോ. ഇതാണ് അഞ്ജിത ചേച്ചി എന്ന പാവ. ഓക്കെ, ടിയൻ പാവ. അപ്പോൾ ഇത് കഴിഞ്ഞ മുമ്പത്തെ ബർത്ത്ഡേക്ക് തന്നെ കേട്ടോ. ഇത് അവൾക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ല, പക്ഷെ അവൾ എനിക്ക് പൈസ ഇട്ട് തന്നു. അതിനെ കൊണ്ടുപോയിട്ട് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇന്നലെയാണ് ഞാനത് ഓർത്തത്. ഇന്നലെ വന്നപ്പോൾ തന്നെ പോയിട്ടിങ്ങനെ ബാഗ് മേടിക്കാൻ വേണ്ടി കൊണ്ടുപോയി അത് മേടിച്ചു. ഇഷ്ടമുള്ളത് മേടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പാവക്കുട്ടിയാണ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം അമ്മേ ഞാൻ വലുതായില്ലേ, ഇനി എനിക്ക് പാവക്കുട്ടിയൊന്നും വേണ്ട, എനിക്ക് പാവയോട് ഇഷ്ടം തോന്നണില്ല, എനിക്കുള്ള പാവം മാറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് മേടിച്ചു. ഇത് നമുക്ക് ടൂറൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അടുത്തത് ശില്പ മാം തന്ന, ഓപ്പറേഷൻ മാനേജർ ശില്പ മാം തന്ന ഗിഫ്റ്റാണ്. ഇതും ശില്പ മാം എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ആ ഒരു ക്രാഫ്റ്റ് ചെയ്യും അധികം സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് അവിടെ ഇല്ല. അപ്പം എന്താ പറയണ്ടേ, അതങ്ങനെ അറിഞ്ഞ് ഇങ്ങനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ഫുൾ കിറ്റ്. എല്ലാം യൂസ്ഫുള്ളാണെന്നുള്ളതാണ്, ഒന്നും കളയാനില്ല. ആ രണ്ട് മിഠായി എന്നുള്ള സംഭവം അല്ലാതെ ഒഴിച്ചാൽ ഒരു സാധനം പോലും ആരും യൂസ്ഫുൾ അല്ലാത്തതില്ല. അപ്പം അടുത്ത ഗിഫ്റ്റ് നോക്കാം. അടുത്തതായിട്ട് നമ്മുടെ ശ്രീരാജ് മാമൻ പുന്നാര മാമൻ തന്ന ഒരു വൈറ്റ് ജീൻസ് എന്ന് പറയാവോടാ, ഇത് പാൻറ് പോലത്തെ ജീൻസ്, അങ്ങനെ ജീൻസാണ്. നല്ല കട്ടി കുറഞ്ഞ ജീൻസാണ് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം, ഇട്ട ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും അതെ കേട്ടോ, ഇത് നമ്മുടെ ആതിര അമ്മന് തന്ന പോലെ തന്നെ ഇതും ആ കൊച്ചിന് വേറെ ഡ്രസ്സിൻ്റെ കൂടെ, ഇപ്പം അവർ തന്നതിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും. പാൻറ് വേറെ, ഇതിൻ്റെ കൂടെ ഇത് ചേരും, ഇടാൻ പറ്റും. ഈ ആരും ഇപ്പോൾ ഡ്രസ്സ് കുറച്ചായിട്ട് മേടിക്കുമ്പോഴല്ലോ ഞാനങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാറില്ല. കാരണം ഇപ്പോൾ കൊച്ചിന് കുറച്ചും കൂടി ഒരു മെഷർമെൻറ്റിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചാലും ടൈറ്റായിരിക്കും. ഈ പറഞ്ഞ പാൻറ്റ് പിന്നെ ഡ്രസ്സൊക്കെ ടൈറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം പോയിട്ടൊക്കെ മേടിക്കാമെന്നുള്ള രീതിക്കായിരിക്കണേ. സ്കൂളിൽ പിന്നെ യൂണിഫോം ആണല്ലോ, നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല. എന്നാലും അവർ രണ്ടുപേരും കൃത്യമായിട്ട് എങ്ങനെ അത് മേടിച്ചു, അമലും മാമനും ശ്രീരാജ് മാമനും കൃത്യമായിട്ട് എങ്ങനെ അളവ് ഒപ്പിച്ച് മേടിച്ചു എന്ന് എനിക്കറിയില്ല. കറക്റ്റ് എന്നല്ല, ഇനി ഒരു വർഷം കൂടെ അവൾക്ക് ഇടാം, കൊച്ചിനിടാം. പിന്നെ അത് ഒരു എന്താ പറയണ്ട, ആ ജീൻസൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വാങ്ങിക്കുമ്പോൾ അത് ഭയങ്കര ടൈറ്റ് ആണ്, കറക്റ്റ് ആവാറില്ല. പക്ഷെ രണ്ടുപേരും മേടിച്ച രണ്ടു ഉടുപ്പും ആരോന് ഇനിയും കുറച്ച് നാളിടാം. അതിൽ മാമൻ എന്നെ വിളിച്ചു ചോദിച്ചിട്ടാണ്, പിന്നെ വയസ്സ് വിളിച്ചു ചോദിച്ചിട്ടാണ് എടുത്തത്. എന്നിട്ട് ഏത് വയസ്സിൻ്റെ എടുക്കണം, കാരണം ഇപ്പോൾ 12 വയസ്സാണ്. പക്ഷെ 12 വയസ്സിൻ്റെ എടുത്താൽ അവർക്ക് ചിലപ്പോൾ 13, 14 ഉപയോഗിക്കാൻ പറ്റില്ല. കുറച്ച് നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ഞങ്ങൾ 1-2 കൊല്ലമൊക്കെ ഇടും, അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അതനുസരിച്ച് മേടിക്കണ്ടേ. അപ്പോൾ മാമൻ എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു 12 വയസ്സ്, ഞാൻ പറഞ്ഞിട്ട് ആ 13, 14 പിടിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അതിനാണ്ടി എന്നെ വിളിച്ചിട്ടില്ല ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ഒപ്പിച്ചൊന്നും എനിക്കറിയില്ല, അതൊരു അത്ഭുതമായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈറ്റ് കത്തുന്ന പാവക്കുഞ്ഞിനെ കാണിക്കാൻ പോവാണ്. ഇത് ഇങ്ങനെയാതിരിക്കുന്നത് എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന്. ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ്. അതെ,
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ.